ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എങ്ങനെയാണ് നമ്മൾ INO അല്ലെ നമ്മുടെ ഇന്ത്യൻ നാഷണൽ ഒളിമ്പ്യാഡിലേക്ക് നമ്മൾ എങ്ങനെയാണ് സെലക്ട് ആവുന്നത്, അതേപോലെ തന്നെ റോഡ് ടു INO ആണ് എന്താ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് ആദ്യം അറിഞ്ഞിരിക്കണം. IAPT ആണ് എന്ത് നമ്മുടെ നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ നടത്തുന്നത്. NSCB, NSCP അങ്ങനെ ഒരുപാട് ടൈപ്പ് എക്സാംസ് ഉണ്ട് നമ്മുടെ ഒളിമ്പ്യാഡ്സ് നടക്കുന്നുണ്ട്. ഇത് 11th അതേപോലെ തന്നെ 12th പഠിക്കുന്ന സ്റ്റുഡൻസിനാണ് NSCBയും NSCPയും NSCA NSCB ഒക്കെ എഴുതാൻ പറ്റുന്നത്. അവർക്കാണ് എന്ത് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളത്. ഇനി 8th മുതൽ അതേപോലെ തന്നെ 10th വരെയുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് വേറെ തന്നെ സ്പെഷ്യൽ കാറ്റഗറി എക്സാം ആണെന്ത് അവർക്ക് നടത്തുന്നത്. അതിന് NSCJS എന്ന് പറയും. അപ്പോൾ നാഷണൽ സ്റ്റാൻഡേർഡ്സ് എക്സാമിനേഷൻ നടത്തുന്നത് നമ്മുടെ IAPT ആണ്, ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിക്സ് ടീച്ചേഴ്സ് ആണ് അവരാണ് നടത്തുന്നത്. ആദ്യത്തെ സ്റ്റേജ് ആണ് നമ്മുടെ ഒളിമ്പ്യാഡിൻ്റെ സയൻസിൻ്റെ ഒളിമ്പ്യാഡ്. നമ്മൾ IOQM പറയുന്ന പോലെ തന്നെ നമ്മളെ മാത്സിൻ്റെ IOQM പറയുന്ന പോലെ തന്നെ നമ്മളുടെ സയൻസിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജ് ആണ് NSCJS NSCB എന്നൊക്കെ പറയുന്ന IAPT നടത്തുന്ന എക്സാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, NSC അവർ പുറപ്പെടുവിച്ചിട്ടുള്ള സർക്കുലർ നമുക്ക് നോക്കാം. 28 ഒക്ടോബർ 2024 അവർ റിലീസ് ചെയ്ത ഒരു സർക്കുലറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എലിജിബിലിറ്റി ഫോർ ഇന്ത്യൻ നാഷണൽ ഒളിമ്പ്യാഡ് അല്ലേ. നമ്മുടെ IOQM കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് RMO ഉണ്ട്, റീജിയണൽ മാത്ത് ഒളിമ്പ്യാഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് നമ്മുടെ അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള മാത്സിൻ്റെ INMO ഒക്കെ വരുന്നത്, അടുത്തൊരു സ്റ്റേജ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ പക്ഷേ നമുക്ക് സയൻസിൻ്റെ കേസിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ആണ് വരുന്നത്. സെക്കൻഡ് സ്റ്റേജ് ആയിട്ടാണ് നമ്മുടെ നാഷണൽ ലെവലിലുള്ള എക്സാം വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. എലിജിബിലിറ്റി ഫോർ ഇന്ത്യൻ നാഷണൽ ഒളിമ്പ്യാഡ്. ഇന്ത്യൻ നാഷണൽ ഒളിമ്പ്യാഡിനുള്ള എലിജിബിലിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. INPHO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ ഫിസിക്സ് ഒളിമ്പ്യാഡ്, അതിനാണ് INPHO എന്ന് പറയുന്നത്. ഇനി INCHO എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കെമിസ്ട്രി ഒളിമ്പ്യാഡ്, കെമിസ്ട്രിയിലുള്ള ഒളിമ്പ്യാഡ്. ഇനി INBO ഇന്ത്യൻ നാഷണൽ ബയോളജിയിലുള്ള ഒളിമ്പ്യാഡ്. ഇനി INAO അസ്ട്രോണമിയിൽ അല്ലേ, നമ്മുടെ ഔട്ടർ സ്പേസിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിന്, അതിലൊക്കെ കൂടുതൽ നോളജുള്ള സ്റ്റുഡൻസിന് എഴുതാൻ പറ്റിയ നല്ലൊരു എക്സാമാണ് INAO. അപ്പം INAOക്ക് ഒക്കെ ക്വാളിഫൈ ചെയ്യുന്നത്, അതായത് ഇന്ത്യൻ നാഷണൽ ഒളിമ്പ്യാഡിലേക്ക് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, എന്താണ് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്ക് നോക്കാം. വിൽ നൗ ബി ഡിറ്റർമൈൻഡ് ആസ് ബിലോ. സിൻസ് ദ എയിം ഓഫ് ദ ഫസ്റ്റ് എക്സാമിനേഷൻ ഈസ് ടു ഹാവ് a wide reach to progressively increase this reach and to attain nationwide representation for stage second without overall compromising on merit of the following updates are being incorporated. അതായത് നമുക്ക് താഴെ തന്നിട്ടുള്ള ആ ഡീറ്റെയിൽസ് പ്രകാരമാണ് ഇത് നമ്മുടെ സെലക്ഷനും കാര്യങ്ങളും സെലക്ഷൻ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഫോർ ദ സെലക്ഷൻ ഓഫ് സ്റ്റുഡൻസ് ഫോർ സ്റ്റേജ് 2 എക്സാമിനേഷൻ INOക്ക് സെലക്ട് ചെയ്യുന്നത് NSCB, അതേപോലെ തന്നെ NSCA NSCC, അതേപോലെ തന്നെ NSCP. ഈ ഒരു എക്സാംസ് അല്ലേ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഈ നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർക്കാണ് അവരെ സെലക്ട് ചെയ്യുന്നത്. ഇതിൽ തന്നെ നമ്മൾ 2 ഗ്രൂപ്പായിട്ടാണ് സെലക്ഷൻ ക്രൈറ്റീരിയ നടത്തുന്നത്. ആദ്യത്തെ ഗ്രൂപ്പാണ് ഗ്രൂപ്പ് A. അപ്പോൾ ഗ്രൂപ്പ് Aയിൽ എത്ര പേര് സെലക്ട് ചെയ്യും? ഗ്രൂപ്പ് Aയിൽ സ്റ്റുഡൻസ് ഹു ആർ ഇൻ ക്ലാസ് 12 ഉള്ള സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ, അവരിൽ ഓഫ് നവംബർ 13 ക്ലാസ് 12 സ്റ്റുഡൻസിന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, NSCBയും NSCPയും NSCCയും NSCAയും ഒക്കെ നടത്തുന്നുണ്ട്. ആ ഒരു എക്സാമിൽ സെലക്ട് ആവുന്ന ആൾക്കാരെ ഗ്രൂപ്പ് A എന്ന് വിളിക്കും. ഇനി ഗ്രൂപ്പ് B ആണെങ്കിലോ, ഗ്രൂപ്പ് B ആണെങ്കിൽ സ്റ്റുഡൻസ് ഹു ആർ ഇൻ ക്ലാസ് 11th ആൻഡ് ക്ലാസ് 10th ക്ലാസ് 11ലുള്ള സ്റ്റുഡൻസ്, അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ് B. അപ്പോൾ ഇനി ഇതിൻ്റെ ക്രൈറ്റീരിയാസ് ഉണ്ട് അല്ലേ, ഇതിന് എന്തൊക്കെ ക്രൈറ്റീരിയാസ് ഉണ്ട്, അതുപോലെ തന്നെ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. ഫോർ സ്റ്റേജ് 2 രണ്ടാമത്തെ സ്റ്റേജ് ആണല്ലോ നമ്മൾ INO, നമ്മൾ പറഞ്ഞു അല്ലേ, NSC നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ ആണ് നമ്മുടെ സയൻസ് ഒളിമ്പ്യാഡിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. അതായത് നമ്മൾ ഗവൺമെൻറ് ഓർഗനൈസേഷൻ നടത്തുന്ന ഫസ്റ്റ് സ്റ്റേജ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ NSC എന്ന് പറയുന്നത് നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള INO ഇന്ത്യൻ നാഷണൽ ഒളിമ്പ്യാഡ് വരുന്ന HBCSC ഹോമി ജെ ഭാഭ സെൻറ്റർ ഫോർ സയൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്ന അവരാണ് ഈ കാര്യങ്ങൾ നമ്മളെ RMO അതേപോലെ തന്നെ INMO ഒക്കെ നടത്തുന്ന പോലെ തന്നെ അവർ തന്നെയാണ് നമ്മുടെ അടുത്ത നെക്സ്റ്റ് സ്റ്റേജ് നടത്തുന്നത്. ഫസ്റ്റ് സ്റ്റേജ് മാത്രമാണ് IAPT നടത്തുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ there will be 200 സ്റ്റുഡൻസ് ഫ്രോം ഈച്ച് ഗ്രൂപ്പ് A. അതായത് ഗ്രൂപ്പ് Aയിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടാവും? 200. അതായത് ഗ്രൂപ്പ് Aയിലുള്ള 200 സ്റ്റുഡൻസിനെ മാത്രമാണ് INO ക്വാളിഫൈ ആവുള്ളൂ.
ഇനി നമുക്ക് നോക്കാം ഗ്രൂപ്പ് ബി ഓഫ് NSEP, NSEC ആൻഡ് NSEB ഇൻ ഓൾ 400. അതായത് ഗ്രൂപ്പ് എയിലും ഗ്രൂപ്പ് ബിയിലും 200 സ്റ്റുഡൻസിന് മാത്രമേ 400 പേരിൽ നിന്ന് സെലക്ട് ചെയ്യുള്ളൂ. അതായത് നമ്മളുടെ NSEPയിൽ നിന്നും NSECയിൽ നിന്നും NSEBയിൽ നിന്നും, അതായത് ഗ്രൂപ്പ് എയിൽ നിന്ന് 200 സ്റ്റുഡൻസും ഗ്രൂപ്പ് ബിയിൽ നിന്ന് 200 സ്റ്റുഡൻസും, അങ്ങനെ ടോട്ടൽ 400 സ്റ്റുഡൻസ് ആണ് എന്ത് നമ്മുടെ INOക്ക് ക്വാളിഫൈ ആവും. ഇനി നമുക്ക് നോക്കാം there will be 250 students for each group A and group B of NSCA. അതായത് നമ്മൾ NSEPന്റെ കേസും പറഞ്ഞു, NSECന്റെ കേസും പറഞ്ഞു, NSEBന്റെ കേസും പറഞ്ഞു. ഇനി NSCAന്റെ കേസിൽ അത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ എന്താണ്, അതിൽ ഓരോ ഗ്രൂപ്പിൽ നിന്നും 250 സ്റ്റുഡൻസിന് എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. അപ്പം അവർ സെലക്ട് ചെയ്ത് അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് എയിൽ നിന്ന് 250 ഉണ്ടാവും, ഗ്രൂപ്പ് ബിയിൽ നിന്നും 250 ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ 500 സ്റ്റുഡൻസ് ആണ് എന്ത് നമ്മുടെ INOക്ക് NSCA വഴി ക്വാളിഫൈ ആവുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. ഇനി ദർ വിൽ ബി ഓവറോൾ 10% ഗേൾസ്. അതായത് ഇതിൽ റിസർവ്ഡ് ആയിട്ട് 10% ഗേൾസും ഉണ്ടാവും. 10% ഗേൾസിന് റിസർവ്ഡ് ആണ് നമ്മുടെ ആ ഒരു എക്സാമിനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിലെന്തായാലും എന്തുണ്ടാവും, 10% ഗേൾസ് ഉണ്ടാവും. ടു അച്ചീവ് ജെൻഡർ ബാലൻസ് അച്ചീവ് ചെയ്യാനാണ് എന്ത് നമുക്ക് 10% ഗേൾസിന് എന്ത് കൊടുക്കുന്നത്, നമ്മുടെ റിസർവേഷൻ കൊടുക്കുന്നത്. ആൻഡ് ഓവറോൾ നമ്പർ ഓഫ് 10% ഗേൾസ് ഓൾസോ ഇംപ്ലൈസ് ഫോർ NSCJS2. NSCJSൽ നിന്നും എന്ത് ചെയ്യും, 10% ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യും. ഇനി നമ്മൾ ഇപ്പം പറഞ്ഞതൊക്കെ നമ്മൾ എന്താ പറഞ്ഞത്, നമ്മൾ ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും പറഞ്ഞു അല്ലേ. ഗ്രൂപ്പ് ബിയിലാണ് എന്ത് NSCJS ഒക്കെ എഴുതുന്ന സ്റ്റുഡൻസ് ക്വാളിഫൈ ആവുക NSCJS വഴിയാണ് കേട്ടോ. ഗ്രൂപ്പ് ബിയിൽ 10th പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ NSCJS വഴിയാണ് എന്ത് അവർ സെലക്ട് ആവുക. അപ്പം നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ IAPT ഒഫീഷ്യലി അവർ പുറത്ത് വിട്ടിട്ടുള്ള സർക്കുലറാണ്. ഇത് നമ്മളെ INO ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സർക്കുലറാണ്. ഇതിൽ എത്ര പേര് സെലക്ട് ആവുന്നില്ല ഒരു ഡീറ്റെയിൽ ആണ് ഇത് ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 400 സ്റ്റുഡൻസ് NSEBയിൽ നിന്നും NSEPയിൽ നിന്നും NSECയിൽ നിന്നും സെലക്ട് ആവും. ഇനി NSCAയിൽ നിന്ന് സെലക്ട് ആവുന്നത് എത്ര പേരാണ്, 500 സ്റ്റുഡൻസ് ആണ്. ഗ്രൂപ്പ് എയിൽ നിന്നും ഗ്രൂപ്പ് ബിയിൽ നിന്നും 250 ഈച്ച് ആയിട്ടാണ് സെലക്ട് ആവുക. ഇനി 10% ഗേൾസിനും റിസർവേഷൻ ഉണ്ട്. അത് NSCJS ആണെങ്കിലും 10% റിസർവേഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണിത് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ പറയാൻ ഉണ്ടായിരുന്നത്. അപ്പം NSCJS എന്ന് പറയുന്നത് നമ്മൾ 8th മുതൽ 10th വരെയുള്ള സ്റ്റുഡൻസിനാണ്. അവരും എന്താണ്, അവരും INOക്ക് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ പാലിക്കണം. അതേപോലെ തന്നെ ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് ആവണമെങ്കിൽ മാത്രമാണ് എന്ത് അവർ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നെക്സ്റ്റ് റൗണ്ട് ആയിട്ടുള്ള INOക്ക് സെലക്ട് ആവുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളാണ് എന്ത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനിരുന്നത്. നമുക്ക് NSCJSഉം NSEBയും അതുപോലെ തന്നെ NSEP പോലെയുള്ള എക്സാംസ് ഒക്കെ വരാനല്ലേ. നമുക്ക് November 13th നമ്മൾ എക്സാം നടക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാവരും നല്ല രീതിക്ക് എന്ത് ചെയ്യാം, നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിക്ക് എക്സാം സ്കോർ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് INO പോലെയുള്ള എക്സാംസിനൊക്കെ നമുക്ക് പങ്കെടുക്കുന്ന സ്റ്റുഡൻസ് നമ്മൾ ഈ വ്യൂവേഴ്സിൽ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു, അതേപോലെ തന്നെ ആശംസിക്കുകയും ചെയ്യുന്നു. ഇനി നമ്മൾ അതേപോലെ തന്നെ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമ്മളുടെ ഈ ഒരു ചാനലിൽ തന്നെ NSCJSന്റെ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഒളിമ്പ്യാഡിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ട് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒളിമ്പ്യാഡോ, ഇത് നമ്മുടെ ഈ നാഷണൽ ലെവലിൽ നടക്കുന്ന ഒളിമ്പ്യാഡ് ആവണമെന്നില്ല, നമുക്ക് ചെറിയ ചെറിയ ഒളിമ്പ്യാഡ് എക്സാംസ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ കിട്ടാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് ചാനലിൻ്റെ ലൈക്ക് ബട്ടൺ അമർത്തുക. അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്ന തോന്നുന്നവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻ്റ് ആയിട്ടോ എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്വയറീസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ആൾ.